ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ലോയേഴ്സ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടനും രംഗത്തെത്തി. സ്റ്റേറ്റ് അറ്റോർണിയായി നിയമിക്കപ്പെട്ട ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡന്റ് അനൂപ് നായർ വി.ഡി. സതീശന് അടുപ്പമുള്ളയാളെന്നാണ് വിമർശനം. ലീഡർമാരായി നിയമിച്ചവരിൽ ബഹുഭൂരിപക്ഷവും പേരും ലോയേഴ്സ് കോൺഗ്രസുകാരല്ലെന്നും അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടൻ റിപ്പോർട്ടർ. ലോയേഴ്സ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ അല്ല ബഹുഭൂരിപക്ഷം ആളുകൾ വെച്ചിരിക്കുന്നത്. കോൺഗ്രസുമായിട്ടോ ഒന്നും അതുപോലെ യു.ഡി.എഫുമായിട്ട് ബന്ധപ്പെട്ട ഘടകകക്ഷിയിൽപ്പെട്ട ആൾക്കാരോ അല്ലാത്ത ആളുകളെ പലരെയും ഗവൺമെൻറ് ലീഡർമാരായിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു ആക്ഷേപം. സംസ്ഥാന കമ്മിറ്റി കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് ഈ രണ്ട് പേരുകാർ കയറി വന്നിട്ടുള്ളത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള മട്ടിൽ ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള കുറ്റവും സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിച്ചു. ഞങ്ങളായിട്ട് കൊടുത്ത പേരുകളല്ലാതെ ഹൈക്കോടതിയിലെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ യൂണിറ്റ് KPCC ഒരു സാഹചര്യത്തിൽ പിരിച്ചുവിട്ടുണ്ടായി. അങ്ങനെ പിരിച്ചുവിട്ടപ്പോഴത്തേക്കും വീണ്ടും ഒരു യൂണിറ്റ് അവിടെ രൂപീകരിക്കേണ്ടത് ആവശ്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ട CM സതീശനും കൂടി താല്പര്യമുള്ള ആളെന്ന നിലയ്ക്കാണ് അന്ന് സംസ്ഥാന കമ്മിറ്റി ഈ അനൂപ് നായരെ പ്രസിഡൻ്റാക്കി ഒരു സംസ്ഥാന ഹൈക്കോടതിയിലെ യൂണിറ്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്താണെന്നും മറ്റു കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഹൈക്കോടതിയിലെ അറ്റോർണി ജനറലായിട്ട് അദ്ദേഹത്തെ സ്റ്റേറ്റ് അറ്റോർണിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. താരതമ്യേന അദ്ദേഹം ജൂനിയറുമാണ്. നിതിൻ സേവ്യറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ സേവ്യർ, ആദ്യം ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രംഗത്ത് വന്നു. ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് സാബു തൊഴുപ്പാടനും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരികയാണ്. ലോയേഴ്സ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും നേതാക്കളും ഭാരവാഹികളുമെല്ലാം ഈ ലീഡർ നിയമനത്തിൽ അസ്വസ്ഥരാണ് എന്ന് വേണമോ മനസ്സിലാക്കാൻ? അനൂപിനും മുഖ്യമന്ത്രിക്കെതിരെയും പടയൊരുക്കം ശക്തമാണോ ലോയേഴ്സ് കോൺഗ്രസിൽ? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ലീഡർ നിയമനവുമായി വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ തന്നെ മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിച്ചത് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഉള്ളവരെ മാത്രമാണ് തങ്ങൾ ഉൾപ്പെടുത്തിയതെന്നാണ്. അതിൽ മറ്റുള്ളവരാരും ഇടപെടേണ്ട കാര്യമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതിനെ നേരത്തെ തന്നെ എതിർപ്പ് ഉയർത്തിക്കൊണ്ട് ഈ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരുന്നു. PK റഹ്മാൻ നേരത്തെ തന്നെ പറഞ്ഞത് തങ്ങളോട് ഈ വരുന്ന പേരുകളിലൊന്നും തന്നെ ഒരു സ്ക്രൂട്ടിനി നടത്തേണ്ട ആവശ്യമില്ല, അത് ഞാൻ നടത്തിക്കൊള്ളാമെന്ന് V.D. സതീശൻ നേരിട്ട് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ യൂണിറ്റുകളിൽ നിന്ന് വന്ന പേരുകൾ തങ്ങൾ നേരിട്ട് നൽകിയത്. ഇതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. തങ്ങളെ കരിവാരിത്തേക്കാൻ അടുപ്പക്കാരെ ഓരോ സ്ഥാനത്ത് വെച്ചുകൊണ്ട് തങ്ങളെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന ശ്രമം അത് മറുപടിയില്ലാതെ വന്നപ്പോഴാണ് തങ്ങളുടെ മേലിടുന്നതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി V.D. സതീശനെതിരെ വളരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നത്. പ്രത്യേകിച്ച് അനൂപ് നായർക്കെതിരെ നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ അനൂപിനെതിരെ അടക്കം. അനൂപാണ് RSS SFI ബന്ധമുള്ളവരെയൊക്കെ തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഹൈക്കോടതി യൂണിറ്റ് നൽകിയ പേരുകളിലാണ് ഇവരൊക്കെ തന്നെ വന്നത്. ശരത്തിന്റെയും ജിയോനയുടെയും അടക്കമുള്ള പേരുകളെല്ലാം വന്നത് ഹൈക്കോടതി യൂണിറ്റ് നൽകിയ പേരുകൾ ലിസ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഹൈക്കോടതി യൂണിറ്റിന്റെ പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തങ്ങൾക്ക് കൃത്യമായി അറിയില്ല. അനൂപാണ് ഈ പേരുകളൊക്കെ തന്നെ നിർദ്ദേശിച്ചതെന്നാണ് ഇപ്പോൾ നിലവിൽ അഡ്വക്കേറ്റ് സാബു പറയുന്നത്. എങ്ങനെയാണ് വളരെ താരതമ്യേന ജൂനിയറായ ഒരു അഭിഭാഷകൻ സ്റ്റേറ്റ് അറ്റോർണിയായി വന്നതെന്ന് തങ്ങൾക്കറിയില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ അനൂപ് നായർ സ്റ്റേറ്റ് അറ്റോർണി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത്തരമൊരു പൊസിഷനിലേക്ക് കൂടി അദ്ദേഹം എത്തിയതെന്ന് അത് കൃത്യമായി പറയുന്നില്ല. ഈ ഹൈക്കോടതി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അനൂപിനെ മാറ്റണമെന്നാണ് ലോയേഴ്സ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എല്ലാം ലോയേഴ്സ് കോൺഗ്രസിന്റെ തലയിലിടേണ്ട ആവശ്യമില്ല. ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിലുള്ളവരല്ല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയിൽ ഇല്ലാത്തവരും അല്ലെങ്കിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ സ്ക്രൂട്ടിനി നടത്താതെ നൽകിയ പട്ടികയിൽ നിന്നും ആവശ്യമില്ലാത്തവരെയും അനാവശ്യമായി പലരെയും തിരികെ കയറ്റിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റേറ്റ് അറ്റോർണി സ്ഥാനത്ത് നിന്നും ഒപ്പം ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അനൂപ് നായരെ മാറ്റണം. അനൂപാണ് ഈ പേരുകളൊക്കെ തന്നെ നിർദ്ദേശിച്ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം അനൂപിനുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് ആ ബന്ധം വന്നതെന്ന് തങ്ങൾക്കറിയില്ല. മുഖ്യമന്ത്രിയാണ് അനൂപിനെ സംരക്ഷിക്കുന്ന അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അനൂപ് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. നമ്മൾ അനൂപിനുമായി ബന്ധപ്പെട്ടിരുന്നപ്പോൾ അനൂപ് പറയുന്നത് തനിക്കിതൊന്നും അറിയില്ല, അവരാണ് പട്ടിക നൽകിയത്, അപ്പോൾ അവർ തന്നെ പ്രതികരിക്കട്ടെ എന്നായിരുന്നു പറഞ്ഞത്. ഏതായാലും ലോയേഴ്സ് കോൺഗ്രസ് വലിയ തോതിൽ അതൃപ്തരാണ്. പ്രത്യേകിച്ച് ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിലുള്ളവരാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാരവാഹികൾ പറയുന്നത് തങ്ങൾ നൽകിയ പട്ടികയിലുള്ളവരല്ല, RSS ABVP അല്ലെങ്കിൽ SFI പ്രവർത്തകരെ തങ്ങൾ നൽകിയ പട്ടികയിൽ നിന്നല്ല തിരഞ്ഞെടുത്തതെന്നാണ് അവർ പറയുന്നത്. ഇതിൽ വലിയ അതൃപ്തി സംഘടനയ്ക്കുള്ളിൽ തന്നെയുണ്ട്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൽ അതൃപ്തി ഇങ്ങനെ പുകയുകയാണ്. നേരത്തെയൊക്കെ നമ്മളെയൊക്കെ വിളിച്ചാണ് ഈ ലോയേഴ്സ് കോൺഗ്രസിലെ ചില നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്ത് ചില നിയമനത്തിൽ ചില വീഴ്ചകളുണ്ട് എന്ന് പറയുകയും നമ്മുടെ സോഴ്സ് നമുക്കിനി തുറന്നു പറയാമല്ലോ, ഈ പറയുന്ന ലോയേഴ്സ് കോൺഗ്രസിലെ ചിലരായിരുന്നു. അവരിപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് തന്നെ വന്ന് കാര്യങ്ങൾ പറയേണ്ടുന്ന അവസ്ഥയിലേക്ക്
ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞതൊന്നും തന്നെ വി ഡി സതീശനോ ഒന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വി ഡി സതീശൻ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നതാവട്ടെ ലോയേഴ്സ് കോൺഗ്രസ് എന്ന ലിസ്റ്റിൽ നിന്നാണ് എന്നുള്ളതാണ്. അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്.